പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ രാവിലെ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ഇരുട്ടാണ് കേട്ടോ, നേരൊക്കെ വെളുത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഒരുങ്ങി കെട്ടിയിട്ട് എങ്ങനെ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. രാവിലെ കുറച്ച് നേരം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ കുളിച്ച് റെഡി ആയിട്ടാണ് പോകുന്നത്. തൃപ്രയർ ഏകാദശി അല്ലേ, അപ്പോൾ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറിയിട്ട് തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ നടത്തുമായി അമ്പലത്തിൽ കയറി തൊഴിൽ. ഇത് കാർത്തികൻ അമ്പലം. എൻ്റെ 2-3 വീഡിയോസിലൊക്കെ ഞാൻ ഈ ഒരു അമ്പലം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് നന്നായി തൊഴുതു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായി തൊഴാൻ പറ്റിയിട്ടോ. ഞങ്ങൾ തലേ ദിവസമാണ് ഞങ്ങളിങ്ങനെ തീരുമാനിച്ച് നമുക്കിന്ന് പോകുമ്പോൾ അവിടെ കയറി തൊഴാം, ഏകാദശി അല്ലേന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി തൊഴുതു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് റിട്ടേൺ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നാട്, എൻ്റെ ആറ്റൂർ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പച്ചപ്പും പിന്നെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ ഒരു പാടത്താണ് ഞാൻ പറയാറുണ്ട്, എൻ്റെ ചില ലൈവിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മുടെ നോട്ട് ബുക്കിലെ പാട്ടിൻ്റെ ചെറിയൊരു സീൻ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇത് ദീപേച്ചി ഞാനും പിന്നെ എൻ്റെ ഒരു അമ്മായിയും കൂടിയിട്ടാണ് കേട്ടോ നടക്കാൻ പോവാറ്. ഇന്ന് അമ്മായി ഇല്ല, അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമായിട്ടാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് അങ്ങനെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ആൾക്കാരൊന്നും മാത്രമല്ല, വണ്ടികളോ അങ്ങനെ ഒരു ഇതും ഇല്ല കേട്ടോ. നന്നായിട്ട് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് പോവാം. അപ്പോൾ എൻ്റെ നാടാണിത്. കുറേ പേര് പറയാറുണ്ട് ലൈവിൽ വരുമ്പോൾ ചേച്ചിയുടെ അടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചായോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത പാടം. അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് കൂടെയുണ്ട്. പക്ഷേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് വേറൊരു സൈഡിൽ കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്ന വഴിക്ക് ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ കൂടി ഒന്ന് കയറിയിട്ട് തൊഴുതിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അച്ചുട്ട് എന്തേ കാര്യമായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ ഇവിടെ. അവർ രാവിലെ കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേക്കൽ കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യാണ്ട്. ചില ദിവസങ്ങളിൽ തലേ ദിവസം തന്നെ ഹോംവർക്കൊക്കെ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ധൃതിയാവും ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ തന്നെ ചെയ്യും. അവന് എഴുതാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ കൈ പിടിച്ചിട്ട് എഴുതി കൊടുക്കാണ്ട് ചെയ്യാറ്. അപ്പോൾ ആൾ ഹോംവർക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ അച്ചുട്ട് റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എന്തോ ഒരു കുതിരയുടെ എന്തോ ഒരു സ്റ്റിക്കറോ എന്തോ ഒരു സാധനം എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ കിച്ചുടിനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചുട്ടൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. എനിക്ക് പറ്റണ പോലെ ഞാൻ ഈ ഏകാദശിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തൃപ്രയർ ഏകാദശിയാണ്. ഏകാദശി ഞാനും അമ്മയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകാദശി ആയ കാരണം വീട്ടിൽ ഇന്ന് നമ്മൾക്ക് രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും പിന്നെ പുഴുക്കുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് രാവിലത്തെ പലഹാരം. ഇനി ഫുൾ ഇത് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ കഴിക്കേണ്ടത്. ചോറൊന്നും കഴിക്കാൻ പാടില്ലല്ലോ, അരിഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ പുഴുക്ക് കൂട്ടിയിട്ട് ദോശ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ പുഴുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുഴുക്ക് തന്നെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ഈ ഒരു സമയമായപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചൂടിനെ കൊണ്ടുപോയി വന്ന് ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ തൃപ്രയാർ ഏകാദശി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഗുരുവായൂരായാലും നെല്ലുവായ ഏകാദശി ആയാലും ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഈ ഏകാദശിയും അതുപോലെ തിരുവാതിര നോമ്പൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ദോശ കഴിക്കുകയാണ്. പിന്നെ കുറേ ആയിട്ട് നമ്മുടെ കിച്ചൂടിനെ കാണാനായിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആൾ വാതിലൊക്കെ അടച്ചിട്ട് റൂമിൽ തന്നെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അച്ചൂട്ടിനൊക്കെ സ്കൂളിൽ പോയില്ലേ, ഇനി അവൻ തന്നെയാണ് കളിക്കുക. അപ്പോൾ കുറച്ച് കളിപ്പാട്ടങ്ങൾ ഇപ്പോൾ അവൻ്റെ മുത്തശ്ശി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വണ്ടികളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ്. അവൻ തന്നെ കളിച്ചോളൂ. അപ്പോൾ അവനിങ്ങനെ ആരെങ്കിലുമൊക്കെ വേണം കളിക്കാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവൻ നിങ്ങൾക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട്. അപ്പം ഒന്നൊരു ഉമ്മ കൊടുത്തോടാ പറഞ്ഞപ്പോൾ എന്തോ ഫോണിൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ ഒരു ആക്ഷൻ കാട്ടിയിട്ട് അവൻ അങ്ങനെ പോയിട്ടോ. കുറേ ബസ്സും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അവൻ എന്തായാലും അവിടെ ഇരുന്ന് കളിച്ചോട്ടെ, എനിക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഞാൻ അവന് ടാറ്റ കൊടുത്തിട്ട് ഞാനങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ ഞാൻ പുഴുക്കാണ് കേട്ടോ കഴിക്കുന്നത്. വേറൊന്നും ഉണ്ടായിരുന്നില്ല, ദോശയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പുഴുക്ക് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പുഴുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിക്കുന്ന കണ്ടപ്പോഴേക്കും നമ്മുടെ കിച്ചുടിനും മാമു വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛനും അവർക്കൊക്കെ ചോറ് വേണ്ട, അപ്പോൾ ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പുഴുക്കൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അവന് സ്പൂൺ വേണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കഴിക്കുന്നത്. തന്നെ കഴിക്കും കേട്ടോ. അവനിപ്പോൾ അങ്ങനെ ആരെങ്കിലും വായിൽ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല, അവൻ തന്നെ കഴിച്ചോളും. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഞാനും കിച്ചൂടിനും കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എവിടേക്കാണ് പോകണമെന്നല്ലേ, ഇന്ന് നമ്മുടെ കിച്ചൂടിന് വിരയുടെ ഗുളിക കൊടുക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. അംഗനവാടിയിൽ നമ്മുടെ അച്ചൂടിന് സ്കൂളിൽ കൊടുക്കുന്നുണ്ട്, അംഗനവാടിയിലും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കിച്ചൂടിനെയും കൊണ്ട് ഞാൻ അംഗനവാടിയിലേക്ക് പോവുമായിരുന്നു. അങ്ങനെ വിരയുടെ ഗുളികയൊക്കെ കൊടുത്തു. അവൻ മിഠായി കഴിക്കണ ഒരു ഇതിൽ അങ്ങനെ ആ ഗുളികനെ കടിച്ച് കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അംഗനവാടിയിൽ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ ഇത് കളിച്ചു കേട്ടോ. ഇല്ല എന്നൊക്കെ പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഊഞ്ഞാലും എന്തൊക്കെയോ ഇപ്പോൾ കുറേ കളിക്കണതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി, അതിലൊക്കെ ഇരുന്ന് കളിച്ചു.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ദേ ഈ ഒരു സാധനം പൊട്ടിച്ചു കേട്ടോ. ഇതിന് ഞാൻ പുഴു എന്നാണ് പറയുക. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഇതിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നീക്കുമ്പോൾ ശരിക്കും ഈ ചൊറിയാൻ പുഴുവിൻ്റെ അതിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് പുഴു എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേ കിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ അതുകൊണ്ട് കളിക്കുകയാണ് കേട്ടോ. അയ്യോ പുഴു വരണേ, അയ്യോയ്യോ പുഴു വരണേ, എന്നെ കടിച്ചേ, പൊയ്യനെ കടിച്ച്. ഇത് വായ തുറന്നിട്ട് വരണേ, പുഴു വരണേ, പുഴു വരണേ, പുഴു 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 പുഴു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, നമ്മുടെ അച്ചൂട്ടിനും റെഡി ആയിട്ടുണ്ട്. ഞാൻ അവനെ വിളിക്കുകയാണ് കേട്ടോ. അവൻ റൂമിലാണ്. അപ്പോൾ അച്ചു എന്ന് വിളിക്കുകയാണ്. അവൻ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വരും കേട്ടോ. ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്നല്ല, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാണ്ട് നമ്മുടെ അടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് പോവാണ്. ഞങ്ങൾ ദിവസം പോകാറുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. വൈകുന്നേരം ആകുമ്പോൾ കിച്ചുട്ടൻ പോയി. അവൻ നേരത്തെ കുളി കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഒപ്പം അവൻ അമ്പലത്തിലേക്ക് പോയിട്ട്, അപ്പോൾ ഞാനും അച്ചൂട്ടിനും കൂട്ടിയിട്ടാണ് ഈ പോകാൻ നിൽക്കുന്നത്. അച്ചൂട്ടൻ ധൃതി കൂട്ടാൻ തുടങ്ങിയിട്ടോ, പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു. നമുക്ക് രാത്രിയിൽ ഫുഡ് എന്ന് പറയുന്നത് ഗോതമ്പ് കഞ്ഞിയായിരുന്നു. കൂടെ പുഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോതമ്പ് കഞ്ഞിയും പുഴുക്കാണ് ഞങ്ങൾ രാത്രി കഴിക്കുന്നത്. ഞാനും അമ്മയും കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത് രാത്രിയിൽ. പിന്നെ നമ്മുടെ കിച്ചൂടിനും കഞ്ഞി കുടിച്ചിട്ടാണ്. നല്ല ഇഷ്ടമായി കഞ്ഞി കുടിച്ചപ്പോൾ. പിന്നെ ദേ നീ ഉറങ്ങാനുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചുട്ടൻ തന്നെ ആ റൂമിൽ വന്ന് നോക്കിയപ്പോൾ അവൻ ഭയങ്കര ബിസി ആയിരുന്നു. കിടക്ക വിരിക്കുകയാണ് കേട്ടോ. പാവൻ തലവണൊക്കെ ശരിക്കും വെച്ച് ദേ പുതപ്പൊക്കെ എടുത്തിട്ട് കിടക്ക വിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇങ്ങനെയാണ്, കിടക്കേണ്ട സമയമാകുമ്പോൾ അവൻ്റെ കിടക്കൊക്കെ വിരിച്ചിട്ട് കിടന്നോളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ, വലിയ കണ്ടൻറ്റൊന്നും നിങ്ങൾക്കിതൊന്ന് കിട്ടുന്നുണ്ടാവില്ല. കാരണം അധികം കണ്ടൻറ്റൊന്നും ഇല്ല. ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.